കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നഗരസഭ UDFന് ബാലികേറാമലയാണ്. 6 പതിറ്റാണ്ടായി LDFനൊപ്പം നിൽക്കുന്ന കൊയിലാണ്ടി നഗരസഭ പിടിക്കാൻ അഭിമാന പോരാട്ടത്തിനൊരുങ്ങുകയാണ് UDF. ഇരു മുന്നണികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലും ആണ്. കൊയിലാണ്ടി ആദ്യത്തെമാരൊന്നുമല്ല, നല്ല വികസനം. എല്ലാ റോഡും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ പോക്കാണ്. മറ്റു കാര്യങ്ങളൊന്നും മോശമല്ല. ഒരുപാട് മാറ്റം ഉണ്ടായി. മുനിസിപ്പാലിറ്റിയിൽ ചെയ്യുന്ന എല്ലാം നല്ല കാര്യം, നല്ല കഴിഞ്ഞ 5 വർഷം കൊണ്ട് നല്ല വികസനം നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പാർക്കുകൾ, പിന്നെ വീടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ, ശുചീകരിക്കുന്ന കാര്യത്തിൽ എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാട് ഈ 5 വർഷം നല്ല പുരോഗതി വന്നിട്ടുണ്ട്. 44 ഡിവിഷനുകളുള്ള കൊയിലാണ്ടി നഗരസഭയിൽ 25 സീറ്റുകളിലും LDF ആണ്. 24 സീറ്റിൽ CPMഉം ഒരെണ്ണത്തിൽ CPIയും. 16 ഡിവിഷനുകളാണ് UDFനൊപ്പമുള്ളത്. കോൺഗ്രസിന് 10ഉം മുസ്ലിം ലീഗിന് 16 സീറ്റുകളുമുണ്ട്. 3ഇടത്ത് BJP ആണ്. ഡിവിഷൻ പുനർനിർണയത്തിൽ 2 ഡിവിഷൻ കൂടി ഇത്തവണ വർദ്ധിക്കുമ്പോൾ 46 ആവും. LDFന് എന്നതിലുപരി CPMന് വ്യക്തമായ സ്വാധീനമുള്ള നഗരസഭ. 1995-ലാണ് കൊയിലാണ്ടി നഗരസഭയാകുന്നത്. അതിനു മുമ്പ് പഞ്ചായത്തായിരുന്ന കാലത്ത് UDFനായിരുന്നു മുൻതൂക്കം. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കൊയിലാണ്ടിയിൽ LDF ഇത്തവണയും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കൊയിലാണ്ടിയിൽ നടന്നിട്ടുണ്ട്. കാരണം പഞ്ചായത്ത് അപ്ഗ്രേഡിന് ശേഷം ഇങ്ങോട്ട് പശ്ചാത്തല സൗകര്യങ്ങൾ പൂർണ്ണമായും നഗരസഭയുടെ ഭരണം വന്നതിന് ശേഷമാണ്, നഗരസഭ ആയതിനു ശേഷമാണ് വന്നിട്ടുള്ളത്. ബസ് സ്റ്റാൻഡായാലും അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും പൊതുരംഗത്ത് പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ നഗരസഭ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം 6 പതിറ്റാണ്ടുകാലമായി കൊയിലാണ്ടി വികസന മുരടിപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF പറയുന്നു. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം, വെളിച്ചം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിവെള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലമായി 220 കോടി രൂപ അമൃത പദ്ധതിയിൽ വെച്ചിട്ട് നമുക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ആ കുടിവെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല റോഡുകളൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യം എങ്ങനെ, വെളിച്ചം അതുപോലെ തന്നെ വളരെ ആവശ്യമാണ് വെളിച്ചം. അപ്പം കണ്ണൂരുള്ള ഫീഡറിൽ നിന്നാണ് ഇവിടെ വെളിച്ചം എത്തുന്നത്. നമുക്ക് ആവശ്യമായൊരു സബ്സ്റ്റേഷന് സ്ഥലം കണ്ടെത്താൻ ഇന്ന് വരെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ചരിത്രമുറങ്ങുന്ന കൊയിലാണ്ടി മലബാറിന്റെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ തങ്കലിപികളിൽ എഴുതി ചേർത്ത കൊയിലാണ്ടിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തീപാറും. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.